Dear students, ഇന്ന് ക്വാഡ്രിലേറ്റർ എന്ന ചാപ്റ്ററിലുള്ള കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടു കോൺസിക്യൂട്ടീവ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം ആർ എക്സ് പ്ലസ് 60 ആൻഡ് 2x പ്ലസ് 30. വാട്ട് സ്പെഷ്യൽ നെയിം ക്യാൻ യു ഗിവ് ദിസ് പാരലോഗ്രാം? അപ്പോൾ ആംഗിൾ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പാരലോഗ്രാമിന് എന്ത് നെയിമാണ് കൊടുക്കേണ്ടതെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു പാരലോഗ്രാമിൻ്റെ അഡ്ജസൻറ്റ് ആംഗിൾസിൻ്റെ സം എന്തായിരിക്കും? അതായത് ഒരു പാരലോഗ്രാം എടുക്കുകയാണ് ABCD. അപ്പോൾ ഇതിൻ്റെ അഡ്ജസൻറ്റ് ആംഗിൾസിൻ്റെ സമ്മ് സപ്ലിമെൻ്ററി ആണ്. അതായത് എക്സ് അവിടെ നമുക്ക് ടു കോൺസിക്യൂട്ടീവ് ആംഗിൾസ് തന്നിട്ടുണ്ട്, എക്സ് പ്ലസ് 60യും 2x പ്ലസ് 30യും. അപ്പോൾ ഈ ഒരു പാരലോഗ്രാമിൻ്റെ അഡ്ജസൻറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ 180 ആണെങ്കിൽ ഇവിടെ 3x പ്ലസ് 90 ഈക്വൽ ടു 180. അപ്പോൾ 3x is equal to 180 minus 90 equal to 90. x is equal to 90 by 3 എന്ന് പറയുന്നത് 30 ഡിഗ്രി എന്ന് കിട്ടും. x 30 ഡിഗ്രി എന്ന് കിട്ടിയാൽ നമുക്ക് ആംഗിൾസ് എന്താണ്? എക്സ് പ്ലസ് 60 ആണ്. എക്സ് പ്ലസ് 60 എന്ന് പറയുന്നത് അതായത് 30 പ്ലസ് 60 ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ ഒരു പാരലോഗ്രാമിൻ്റെ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയാൽ ആ പാരലോഗ്രാമിനെ പറയുന്ന പേരാണ് റെക്റ്റാങ്കിൾ. ഇതിൽ നിന്ന് തന്നെ നമുക്കിതൊരു റെക്റ്റാങ്കിൾ ആണെന്ന് മനസ്സിലാക്കാം. അടുത്ത ആംഗിൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 2 × 30 പ്ലസ് 30 അതും 90 ഡിഗ്രിയാണ് കിട്ടുന്നത്. അപ്പോൾ ഈ പാരലോഗ്രാമിൻ്റെ പേര് റെക്റ്റാങ്കിൾ എന്നാണ്. അപ്പോൾ എപ്പോഴും ഓർമ്മിക്കേണ്ടത് ഒരു പാരലോഗ്രാമിൻ്റെ ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ആ പാരലോഗ്രാമിനെ പറയുന്ന പേര് റെക്റ്റാങ്കിൾ എന്നാണ്. One angle of a parallelogram is 30 degree less than twice the smallest angle. Then find the measure of each angle. ഓരോ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ അതായത് ഒരു ആംഗിളിനെ നമ്മൾ സ്മോളസ്റ്റ് ആംഗിളിനെ കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ലെറ്റ് ദ സ്മോളസ്റ്റ് ആംഗിൾ ബി. ഇപ്പോഴും ഏതിനെ കമ്പയർ ചെയ്തിട്ട് പറയുന്നു അതിനെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കാം. ലെറ്റ് ദ സ്മോളസ്റ്റ് ആംഗിൾ ബി എക്സ് ആയിട്ട് എടുത്തു. അടുത്തത് അതർ ആംഗിൾ എന്താണ്? അതായത് 30 ഡിഗ്രി ലെസ് ദാൻ ട്വൈസ് ദ സ്മോളസ്റ്റ് ആംഗിൾ. സ്മോളസ്റ്റ് ആംഗിളിൻ്റെ ട്വൈസിനേക്കാൾ 30 ഡിഗ്രി കുറവാണ്. അപ്പോൾ അതർ ആംഗിൾ എന്ന് പറയുന്നത് നമുക്കിവിടെ 2x മൈനസ് 30. അപ്പോൾ നമ്മൾ ഒരു പാരലോഗ്രാം എടുക്കുന്നു. ഇത് ABCD. എ എന്ന ആംഗിൾ എക്സ് ആണ്. എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്മോളസ്റ്റ് ആംഗിളിൻ്റെ ട്വൈസിനേക്കാൾ 30 ഡിഗ്രി കുറവാണ്. അപ്പോൾ ഇവിടെ 2x മൈനസ് 30. അപ്പോൾ നമുക്കറിയാം പാരലോഗ്രാമിൻ്റെ അഡ്ജസൻറ്റ് ആംഗിൾസിൻ്റെ സം എത്രയാണ്? 180 ഡിഗ്രിയാണ്. അപ്പോൾ x പ്ലസ് 2x മൈനസ് 30 ഈക്വൽ ടു 180. അപ്പോൾ 3x is equal to 180 പ്ലസ് 30 210. അപ്പോൾ x is equal to 210 by 3. അപ്പോൾ എത്രയാണ് കിട്ടുക? 70. എക്സ് ആംഗിൾ എ എന്ന് പറയുന്നത് നമുക്ക് 70 ഡിഗ്രി കിട്ടി. ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? പാരലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആംഗിൾ സി എന്ന് പറയുന്നത് 70 ഡിഗ്രി കിട്ടി. ഇനി നമുക്ക് ആംഗിൾ ബി കാണണം. ആംഗിൾ ബി എന്ന് പറയുന്നത് 2 × 70 മൈനസ് 30, അതായത് 140 മൈനസ് 30. അപ്പോൾ എത്രയാണ്? 110. അപ്പോൾ 110 ആംഗിൾ ബി എന്ന് പറയുന്നത് 110. ബിക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഡി എന്ന് പറയുന്നത് 110. അപ്പോൾ ഇതാണ് അതിൻ്റെ ആംഗിൾസ്. ABCD is a parallelogram in which angle DAB equal to 70 degree, DBC equal to 65 degree. Find the measure of angle CDB. ഈ ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പോൾ ഇത് രണ്ട് പാരലൽ ലൈൻ, ഇത് BD എന്ന് പറയുന്ന ട്രാൻസ്വേഴ്സൽ. അപ്പോൾ ഇതിൻ്റെ അതായത് ഈ രണ്ട് പാരൽ CDയും ABയും പാരലൽ ആണെങ്കിൽ, ഇത് ട്രാൻസ്വേഴ്സൽ ആണെങ്കിൽ നമുക്ക് ഇവിടെ അതായത് ഈ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പോൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ആംഗിൾ ABD കണ്ടുപിടിക്കണം. ABD തന്നെയായിരിക്കും എന്ത്? CDB. അപ്പോൾ ആംഗിൾ ABD ഈക്വൽ ടു ആംഗിൾ CDB ആണ്. കാരണം AB പാരലൽ ടു CD ആണ്, BD ട്രാൻസ്വേഴ്സൽ ആണ്.
ബി ഡി ട്രാൻസ്വേഴ്സലുമാണ്. അപ്പോൾ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വൽ. അപ്പോൾ അതിനു വേണ്ടി ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കറിയാം ഈ ഒരു പാരലോഗ്രാമിന്റെ അഡ്ജസന്റ് ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രിയാണ്. അതായത് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ഈക്വൽ ടു 180. അപ്പോൾ ആംഗിൾ ബി എന്ന് പറയുന്നത് 180 മൈനസ് ആംഗിൾ എ എത്രയാണ്? 70 ആണ്. അപ്പോൾ 110 ആണ്. ഇനി ഇത് രണ്ടും ഈ ഹാഫ് നമുക്ക് 65 തന്നിട്ടുണ്ട്. ഈ മൊത്തം എന്ന് പറയുന്നത് എത്രയാണ്? 110 ആണ്. അപ്പോൾ ആംഗിൾ എ ബി ഡി പ്ലസ് ആംഗിൾ ഡി ബി സി, ആംഗിൾ ഡി ബി സി ഈക്വൽ ടു 110 ആണ്. അപ്പോൾ നമുക്ക് ആംഗിൾ എ ബി ഡി എന്ന് പറയുന്നത് എന്ത് കിട്ടും? എ ബി ഡി ഈക്വൽ ടു 110 മൈനസ് ആംഗിൾ ഡി ബി സി എന്ന് പറയുന്നത് 65 ആണ്. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ 45 ഡിഗ്രി കിട്ടും. അപ്പോൾ ആംഗിൾ സി ഡി ബി ഈക്വൽ ടു 45 ഡിഗ്രി. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. Diagonals AC and BD of a parallelogram ABCD intersect at the point O. അതായത് എ സിയും ബി ഡിയും ഇന്റർസെക്ട് ചെയ്തു ഓല്. ആംഗിൾ ഡി എ സി ഈക്വൽ ടു 34 ഡിഗ്രി. ഡി എ സി 34 ഡിഗ്രി. ആംഗിൾ എ സി ബി AOB, angle AOB ആണ് 75 ഡിഗ്രി. Then what is the measure of angle DBC? DBC ഈ ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്, അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ AD പാരലൽ ടു BC ആണ്. AD പാരലൽ ടു BC. അപ്പോൾ AD പാരലൽ ടു BC ആവുമ്പോൾ ഇവിടെ AC ട്രാൻസ്വേഴ്സൽ ആവുമ്പോൾ നമുക്ക് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണ്. ഈ ആംഗിൾ 34 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിളും എന്തായിരിക്കും? 34 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ആംഗിൾ ഡി എ സി ഈക്വൽ ടു ആംഗിൾ എ സി ബി ഈക്വൽ ടു 34 ഡിഗ്രി. അതായത് സെറ്റ് പോലെ വരുന്നത് ഈ ആംഗിൾ 34 ആണെങ്കിൽ ഈ ആംഗിളും 34 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് അതുപോലെ ഈ ഒരു ട്രയാങ്കിൾ ബി ഒ സി, ഈ ട്രയാങ്കിൾ ബി ഒ സിയിൽ നമുക്ക് അതായത് ഈ ട്രയാങ്കിളിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ ആണ് 75 ഡിഗ്രി. അങ്ങനെയാണ്. അപ്പൊ ഇത് എക്സ്റ്റീരിയർ ആംഗിൾ ആണെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും സമ്മ് ഇതിന് ഈക്വൽ ആണ്. അതായത് ആംഗിൾ ഒ ബി സി പ്ലസ് ആംഗിൾ ഒ സി ബി ഈക്വൽ ടു 75 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് 34 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. അതായത് എ സി ബിയും ഒ സി ബിയും സെയിം തന്നെയാണ്. അപ്പോൾ ഇത് 34 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ ഒ ബി സി എന്ന് പറയുന്നത് എന്തായിരിക്കും? 75 മൈനസ് 34. അപ്പോൾ അവിടെ 41 ഡിഗ്രി എന്ന് വരും. അതായത് ഒ ബി സി 45 എന്ന് പറഞ്ഞാൽ ഡി ബി സി, ആംഗിൾ ഡി ബി സി എന്ന് പറയുന്നതും 41 ഡിഗ്രി തന്നെ. ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഇതിന്, അതായത് എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി ഉപയോഗിക്കുക. ഇത് ഈ ഒ ബി സി എന്നുള്ള ട്രയാങ്കിളിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ ആണ് 75. എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾസിന്റെ സമ്മിന് ഈക്വൽ ആണ്. അത് വെച്ചിട്ടാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇവിടെ ഇത് 75 ആണെങ്കിൽ ആംഗിൾ ബി ഒ സി എന്ന് പറയുന്നത്, ആംഗിൾ ബി ഒ സി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എടുക്കാം? 180 മൈനസ് 75. 180 മൈനസ് 75 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 105 ഡിഗ്രി. അതായത് ഈ ഇത്രയും ഭാഗം നമുക്ക് 105 എന്ന് കിട്ടും. ഇത്രയും ഭാഗം 105ഉം ഇത് 34ഉം ആണെങ്കിൽ ആംഗിൾ സം പ്രോപ്പർട്ടി ഉപയോഗിക്കുക. ട്രയാങ്കിളിന്റെ ആംഗിൾ സം പ്രോപ്പർട്ടിയിൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് ഇത് രണ്ടിന്റെയും സമ്മിന് 180 എന്ന് മൈനസ് ചെയ്യുക. അതായത് 105 പ്ലസ് 34 എന്ന് പറയുന്നത് 139. അപ്പോൾ 180 139 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 41 കിട്ടും. അപ്പം രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് ഈ ട്രയാങ്കിൾ മാത്രം എടുത്തിട്ട്, അതായത് ഈ ആംഗിൾ 34 എന്ന് അറിയാം. അപ്പം ഈ ഹാഫ് 180യിൽ നിന്ന് 75 മൈനസ് ചെയ്ത് ഈ ആംഗിൾ കിട്ടും. ഈ രണ്ട് ആംഗിളും അറിയെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 180 നിന്ന് മൈനസ് ചെയ്തിട്ട് ഈ രണ്ട് ആംഗിളുടെ സമ്മ് 180 നിന്ന് മൈനസ് ചെയ്താൽ ഇത് കിട്ടും. ഒന്നുമില്ല, ഇതെടുക്കുക. അല്ലെങ്കിൽ എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ചെയ്യുക. ഏത് പ്രോപ്പർട്ടിയാണ് ഓർമ്മ വരുന്നത് അതിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ആംഗിൾ ഡി ബി സി എന്ന് പറയുന്നത് 41 ഡിഗ്രിയാണ് കിട്ടുന്നത്.
It is a parallelogram in which angle ADC equal to 70 degree and side AB is produced to point E as shown in the figure. Find x plus y ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. x plus y കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ഇവിടെ നമുക്ക് ഈ രണ്ട് ആംഗിളും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. എക്സും വൈയും ഈക്വൽ ആണ്. അപ്പോൾ എക്സ് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് വൈ അത് തന്നെയാണ്, അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. അപ്പോൾ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി പാരലോഗ്രാമിൽ അഡ്ജസന്റ് ആംഗിൾസിന്റെ സമ്മ്, adjacent angles, sum of adjacent angles എത്രയാണ്, 180 ഡിഗ്രി ആണ്. അപ്പോൾ ആംഗിൾ ഡി പ്ലസ് ആംഗിൾ സി എന്ന് പറയുന്നത് 180 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ഡി എത്രയാണ്, 75, അതായത് 75 പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180. ആംഗിൾ സി എന്ന് പറയുന്നത് 180 മൈനസ് 75. അപ്പോൾ 180യിൽ നിന്ന് 75 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 105. ആംഗിൾ സി എന്ന് പറയുന്നത് 105, അതായത് എക്സ് എന്ന് പറയുന്നത് 105 ആണ്. എക്സ് ഏതിന് ഈക്വൽ ആണ്, വൈക്ക് ഈക്വൽ ആണ്. അപ്പോൾ അതായത് ഇത് രണ്ടും പാരലൽ ആണ്, ഇതൊരു ട്രാൻസ്വേഴ്സൽ ആണ്. ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്യുമ്പോൾ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണ്. അങ്ങനെയാണ് എക്സും വൈയും ഈക്വൽ ആവുന്നത്. അത് ഈക്വൽ ടു 105 ഡിഗ്രി ആണ്. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എക്സ് പ്ലസ് വൈ ആണ്. അപ്പോൾ 105 പ്ലസ് 105, അപ്പോൾ 210 ഡിഗ്രി. അങ്ങനെയാണ് അത് കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് 3 ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് ഒന്ന് സബ്സ്ക്രൈബ്.